കരുളായി ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങുകളിൽ സംബന്ധിച്ചു. കരുളായിയുടെ ഉത്സവ പൊലിമയ്ക്ക് ഇന്ന് പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് തുടക്കമായത്. നിലമ്പൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവും അതുപോലെ തന്നെ പുരാതനവുമായ ഒരു ക്ഷേത്രമാണ് ചെമ്മന്തിട്ടക്കാവ് ക്ഷേത്രം. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് എത്തുന്ന ഭക്തജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഭഗവതിയെ തൊഴാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാനും അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം വാങ്ങാനും വേണ്ടിയാണ് ഇന്ന് ചെമ്മന്തിട്ടയിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ നാടിൻ്റെ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കാളിയാകാൻ എത്തിച്ചേർന്നതാണ്. ഈ നാട്ടിലെ നിരവധി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, കർഷക മേഖലയിൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയും ഇവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ഭരണ നേതൃത്വ രംഗത്തിന് സാധിക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. തീർച്ചയായും ഈ ക്ഷേത്ര ഉത്സവത്തിന് എത്തിച്ചേരുമ്പോൾ അതിലൊരു വലിയ സന്തോഷവും അതുപോലെ തന്നെ അതിലേറെ അഭിമാനവുമുണ്ട്. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകത എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലൊരു ആശുപത്രിയുണ്ട്. നമുക്കറിയാം, ആശുപത്രിയുടെ ദയനീയമായ അവസ്ഥ. ജനങ്ങൾ, നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഒരു കാർഡിയാക് യൂണിറ്റ് ഇല്ല. അങ്ങനെയുള്ള നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സൗകര്യങ്ങൾ, നേരത്തെ നമുക്കറിയാം, നമുക്ക് അവിടെ ഒന്നൊരു ആംബുലൻസിന് പോലും സഞ്ചരിക്കാൻ സാധിക്കാതെ റെയിൽവേ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ അടിപ്പാത നിർമ്മാണത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ നാടിന് നൽകുന്ന ഒരു കൈത്താങ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിലമ്പൂർ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏറ്റവും സാധാരണക്കാർക്ക് കൂടി ഈ ഭരണകൂടത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് ഈ ഭരണ സംവിധാനത്തിനെ മാറ്റിമറിക്കണം എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ NDA സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.